UGS ഗോൾഡ് ലോണിന്റെ 36ാമത് ശാഖ എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. കേരളത്തിലും തമിഴ്നാട്ടിലുമായി വലിയ രീതിയിലുള്ള ബിസിനസ് വിപുലീകരണവുമായി മുന്നോട്ട് കുതിക്കുന്ന UGS ഗോൾഡ് ലോണിന്റെ നോർത്ത് പറവൂർ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം UGS ഗ്രൂപ്പ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് നിർവഹിച്ചു. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന UGS ഗോൾഡ് ലോണിന്റെ 36ാമത് ശാഖ എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലും തമിഴ്നാട്ടിലുമായി വലിയ രീതിയിലുള്ള ബിസിനസ് വിപുലീകരണവുമായി മുന്നോട്ട് കുതിക്കുന്ന UGS ഗോൾഡ് ലോണിന്റെ നോർത്ത് പറവൂർ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം UGS ഗ്രൂപ്പ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് നിർവഹിച്ചു. ജനുവിനായ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള സ്കീമുകൾ ഡെവലപ്പ് ചെയ്ത് അവരിൽ ഒരാളായി നിന്ന് പ്രവർത്തിക്കാനുള്ളൊരു കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സൊസൈറ്റിയുമായിട്ട് ബഹുദൂരം മുന്നോട്ട് പോവാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും ഞാനും എൻ്റെ സഹപ്രവർത്തകരും ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരു 99% ഞങ്ങൾ പാലിക്കപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെയൊക്കെ ഫലമായാണ് ഞങ്ങളിന്ന് 36ാമത്തെ ബ്രാഞ്ചിൽ എത്തി നിൽക്കുന്നത്. കേരളവും തമിഴ്നാടും ആയിട്ട് ഏകദേശം 36ഓളം ബ്രാഞ്ചുകൾ ഇന്ന് UGSനുണ്ട്. നമ്മുടെ പേരിൽ പോലെ തന്നെ UGS ഗോൾഡ് ലോണിൻ്റെ പേരിൽ പോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫണ്ട് ഏറ്റവും കൂടുതൽ റീഇൻവെസ്റ്റ് ചെയ്യുന്നത് ഗോൾഡ് ലോണിലാണ്. അതാണ് മറ്റൊരു പ്രത്യേകത. മറ്റ് പല സെഗ്മെൻറ്റുകളും ഉണ്ട്. നമുക്ക് ധനകാര്യ സ്ഥാപനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സെക്യൂർഡ് ലോൺസ് ഉണ്ട്, അൺസെക്യൂർഡ് ലോൺസ് ഉണ്ട്, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ സെക്യൂർഡ് ലോണായ ഗോൾഡ് ലോണിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സിൻ്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫണ്ട് നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നാണ് എനിക്കിവിടെ എടുത്തു പറയാനുള്ളത്. അതോടൊപ്പം ഗോൾഡ് ലോണിൽ നമ്മൾ സമൂഹത്തിലെ എല്ലാ മേഖലയിലെ ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സ്കീമുകളാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഒന്ന് 4%, നമുക്കൊക്കെ അറിയാം. പണ്ട് നമുക്ക് പല നാഷണലൈസ്ഡ് ഷെഡ്യൂൾഡ് ബാങ്കുകളിലും നമുക്ക് ഈ ലോണ് ലഭ്യമായിരുന്നു. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അതിനെന്തൊക്കെ പരിധിയോ കാര്യങ്ങളോ എന്തൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. വളരെ റിസ്ക്കാണ് നമുക്കത് കിട്ടാൻ. പക്ഷേ നമ്മളത് യഥേഷ്ടം നമ്മുടെ കസ്റ്റമേഴ്സിനായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. 4% നമ്മൾ അഗ്രികൾച്ചർ ഗോൾഡ് ലോൺ എന്നുള്ള രീതിയിൽ നമ്മൾ കസ്റ്റമേഴ്സിന് നല്ല രീതിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. എറണാകുളം ജില്ലയിലെ UGSന്റെ ആദ്യ ബ്രാഞ്ചിലൂടെ മറ്റു പ്രദേശങ്ങളിൽ UGS നൽകിയ മികവാർന്ന സേവനങ്ങൾ പറവൂരിലും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ UGSന് സാധിക്കുമെന്നും എറണാകുളം ജില്ലയിൽ കൂടുതൽ ബ്രാഞ്ചുകൾ ഉടനെ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. UGS PRO ശ്യാംകുമാർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പറവൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ലൈജി ബിജു, കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് റബിൻ റഹ്മാൻ, മുസ്ലിം ലീഗ് മണ്ഡലം കമ്മിറ്റി ജനറൽ സെക്രട്ടറി KK അബ്ദുള്ള, പറവൂർ ടൗൺ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് KT ജോണി, ഗിരീഷ് ഗുപ്ത, UGS ജനറൽ മാനേജർ അഭിലാഷ് പാലാട്ട്, AGM ഹരിപ്രസാദ്, സെയിൽസ് മാനേജർ ശാസ്ത പ്രസാദ്, ഓഡിറ്റർ ഫൈസൽ അലി, അഡ്മിൻ മാനേജർ സുഹൈൽ KK, ക്വാളിറ്റി അനലൈസർ ജയ ഗണേഷ്, വിവിധ ബ്രാഞ്ച് മാനേജർമാർ, ജീവനക്കാർ തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്.